മത്തങ്ങയും കുമ്പളങ്ങയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തെങ്കിലും പച്ചടിയോ കിച്ചടിയോ ഒക്കെ ആയിരിക്കും. അല്ലേ അല്ല, ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നോക്കാം എങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം. സാധാരണ ഇതെല്ലാവരും വെറുതെ കളയാണ് പതിവ്. പക്ഷെ ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും അത്ര തന്നെ മല്ലി, പച്ചമല്ലിയാണ്, അതും കൂടി ചേർത്ത് ഇതൊന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നും മല്ലിയും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതും കുറച്ച് തേങ്ങ, ഇതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തോല്, മത്തങ്ങയുടെ കുമ്പളങ്ങയുടെ തോലും അതിൻ്റെ അകത്തെ കുരു ദശയെല്ലാം കൂടെ നമ്മൾ ഇതൊക്കെ വെറുതെ കളയും. എന്നിട്ട് കടയിൽ പോയി മെലൻ സീഡെന്നും പറഞ്ഞുകൊണ്ട് വേറെ വാങ്ങിച്ച് ഹെൽത്തിയാണെന്നും പറഞ്ഞ് നമ്മളത് കുക്ക് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, ഒരല്പം ശർക്കര, ഇതാ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. അതും കൂടി ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് കുത്തുമ്പം ഇങ്ങനെ മുറിഞ്ഞു വരുന്ന പരുവം, അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. കൂട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ വെറുതെ കളയുന്ന സാധനത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു കിടക്കാഴ്ച റെസിപ്പി റെഡിയാക്കിയത്. ഇനി വലുത് നിങ്ങൾക്കും ഒരവസരം നൽകുകയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ലോക്ക്ഡൗൺ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാം. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ അയക്കണമെന്ന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങുമല്ലേ. കാണാം പുതിയൊരു വീഡിയോയുമായി.